ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത് വയസ്സിൽ ഹിജറ പോവാണ്. അത് നമ്മൾ പറഞ്ഞില്ല, ഹിജറ പോയി സിദ്ദീഖ് തങ്ങൾ പാപ്പയും. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങൾ പാപ്പയും കൂടെ ഹിജറക്ക് പുറപ്പെട്ടു. യഥാർത്ഥത്തിൽ മദീനയിലേക്കാണ് ഹിജറ പോകുന്നത്. എന്നാൽ മദീനയിലേക്കുള്ള വഴി ഇതല്ല. കാരണം രാത്രി ഹബീബായ തങ്ങളുപ്പാപ്പ അവിടുന്ന് പുറപ്പെടുമ്പോ യാസീനിലെ ആദ്യത്തെ ആയത്ത് മുതൽ വസവാഉൻ അലൈഹിം എന്നുള്ള ആയത്ത് വരെ ഓതിക്കൊണ്ട് മന്ത്രിച്ചോതിയിട്ട് ഒരു പിടി മണൽ ഹബീബിന്റെ വീടിന്റെ ചുറ്റും വിതറി. ആ ഒരു വിതറലിന്റെ പവർ കൊണ്ട് എന്തായി, അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കള് എന്തായിരുന്നു, നേരെ അവരുടെ കണ്ണിലേക്ക് അല്പനേരം ഒരു മയക്കം വന്നു എന്നും അവർക്ക് ബുദ്ധിമുട്ടായി എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം. ഇവർ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹബീബിന്റെ വീടിന്റെ ഒരു രൂപമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അന്ന് കാലങ്ങൾ മുഴുവനും. അപ്പൊ ശത്രുക്കൾ ഇടയ്ക്കിങ്ങനെ ഈന്തപ്പന ഓല നീക്കി നോക്കും. അപ്പൊ അവിടെ എന്തുണ്ട്, മുഹമ്മദ് ഉണ്ട് അവരുടെ വിശ്വാസത്തില് അകത്തുറ കിടക്കുന്നുണ്ട്. അവിടെ അലിയാർ തങ്ങളുപ്പാപ്പയെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടത്തിക്കൊണ്ടായിരുന്നു അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത് മുത്തായ തങ്ങളുപ്പാപ്പ. അങ്ങനെ അവർ കണ്ണെല്ലാം തിരുമ്പിയ ശേഷം വീണ്ടും നോക്കി. അപ്പം മുഹമ്മദ് അവിടെ ഉണ്ട് അവരുടെ വിശ്വാസത്തിൽ. അങ്ങനെ അവിടെയാണ് ഇബ്ലീസ് വന്ന് പറഞ്ഞത്, ഇങ്ങൾ ഉദ്ദേശിക്കണം മുഹമ്മദ് രക്ഷപ്പെട്ടിനെ വേണേ നോക്കിക്കോളി. അപ്പാണ് അലിയാർ തങ്ങൾ പുറത്തു വന്നപ്പോ കാണുന്നത് ഇത് എന്താണ്, മുത്തായ നബി ഇവിടെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഏതായാലും അവിടം വരെ ശരാശരി നമ്മൾ എത്തിയല്ലേ. അവിടുന്ന് ഹബീബായ തങ്ങളുപ്പാപ്പയും സിദ്ദീഖ് തങ്ങളും കൂടെ വന്ന് നേരെ കയറിയത് ആ കാണുന്ന ജബലു സൗർ എന്ന് പറയുന്ന മലയിലേക്കായിരുന്നു. ആ നേരെ കാണുന്ന മലല്ലേ, അതാണ് ജബലു സൗർ എന്നുള്ളത്. ഹബീബിന്റെ കൂടെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കൂടെ ഖിദ്മയുമായി വന്നു. ഞാൻ പറഞ്ഞല്ലോ അല്ലെ, അന്ന് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട്ടിലുണ്ടായിരുന്നത് ആകെ 5000 ദിർഹം മാത്രം. ഈ 5000 ദിർഹം കൊണ്ടാണ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട്ടിലെ ചെലവ് കഴിയാനുള്ളത്. പക്ഷേ എന്റെ ഹബീബ് മദീനയിലേക്ക് പോകുമ്പോ, എന്റെ ഹബീബിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ ഹബീബ് ബുദ്ധിമുട്ടാൻ പാടില്ല. അങ്ങനെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ മനസ്സിലെ അതിയായ മഹബത്ത് കൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും എല്ലാം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന 5000 ദിർഹമെല്ലാം സിദ്ദീഖ് തങ്ങൾ കയ്യിലെടുത്തു ഹബീബിന് വേണ്ടി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ കൂടെ വന്നുകൊണ്ട് കയറി ഈ ജബലു സൗർ എന്ന് പറയുന്ന മല. 53 വയസ്സുള്ള ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളുപ്പാപ്പക്ക് 2 വയസ്സ് കുറവായിരുന്നു എന്നും 2 വയസ്സ് കൂടുതലായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം. അങ്ങനെയുള്ള സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കയറുകയാണ് ഈ ജബലു സൗർ. കയറുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഇടയ്ക്ക് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വലതുവശങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ അല്പനേരം ഇടതുവശങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ ഹബീബിന്റെ ഫ്രണ്ടിലൂടെ നടക്കും. ചോദിച്ചു ഹബീബായ തങ്ങളെ, എന്തുപറ്റി സിദ്ദീഖ്, നിങ്ങൾ ഇടയ്ക്കെന്റെ വലതുവശം നടക്കുന്നു, ഇടയ്ക്കെന്റെ ഇടതുവശം നടക്കുന്നു, എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളോട് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, തങ്ങളെ ഞാനിങ്ങനെ വലതുവശം നടക്കുമ്പോ എന്റെ മനസ്സ് പറയുകയാണ്, എന്റെ ഹബീബിനെ ഇടതുവശത്തു കൂടെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത്. ഇടതുവശം നടക്കുമ്പോ എന്റെ മനസ്സ് പറയുകയാണ്, എന്റെ ഹബീബിനെ ഫ്രണ്ടിലൂടെ ആരും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പയെ മഹബത്ത് വെച്ചു ഹബീബായ തങ്ങളുടെ ആ ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരാളായിരുന്നു സിദ്ദീഖ് തങ്ങൾ. അതുകൊണ്ടല്ലേ ഹിജറ പോകുന്നു കേട്ടപ്പോ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഞാനും വരട്ടെ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ സമ്മതം കൊടുക്കാൻ കാരണം തങ്ങൾക്കറിയാം സിദ്ദീഖ് തങ്ങൾ ഹബീബിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാന്നുള്ളത്. അതുകൊണ്ടായിരുന്നു ആ സമ്മതം കൊടുത്തത് തന്നെ. അങ്ങനെ സിദ്ദീഖ് തങ്ങളും ഹബീബായ തങ്ങളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഹബീബായ തങ്ങളുപ്പാപ്പാനെ കാലിൽ ചെരുപ്പിന്റെ വാട് കൊണ്ടുകൊണ്ട് കാലിൽ മുറി പറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദുർഘടമായ മല. ആ മലയിൽ കയറുന്നതോ പാതിരാത്രി. ആ പാതിരാത്രി കയറുന്ന ഹബീബിന്റെ വയസ്സോ 53. എന്തിനു വേണ്ടിയാ കയറുന്നത്? ഹബീബിന് മക്കാർക്ക് ആർക്കും ഹബീബിനോട് വ്യക്തിപരമായ ഒരു ദേഷ്യവുമില്ല, ഹബീബായ തങ്ങളോട് വെറുപ്പുമില്ല. കാരണം ഹബീബിന്റെ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചില്ല. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ഈ സുന്ദരമായ ദീന് തരാൻ വേണ്ടി ഹബീബ് അന്ന് അഹോരാത്രം പരിശ്രമിച്ചതിന്റെ രൂപമാ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഹബീബായ തങ്ങൾ കയറുന്ന സമയത്ത് ഹബീബിന്റെ കാലിൽ ചെരുപ്പിന്റെ വാറ് കൊണ്ട് മുറി പറ്റി. അങ്ങനെ രക്തമൊലിക്കാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ
കൂന്നിരുന്നു കൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, തങ്ങളെ ഈ സിദ്ദീഖിന്റെ ചുമലിൽ കയറൂ, ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ തങ്ങളോട് നിർബന്ധിച്ചത് പ്രകാരം തങ്ങളുപ്പാപ്പ സിദ്ദീഖ് തങ്ങളെ ഷോൾഡറിൽ കയറി. അങ്ങനെ ഹബീബിനെയും കൊണ്ട് ഷോൾഡറിൽ കയറ്റി ഹബീബിനെയും കൊണ്ട് ഈ കാണുന്ന ജബലു സൗർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ കയറുകയാണ്. അത്ര വലിയ ഭാഗ്യം ലഭിച്ചു പ്രിയമുള്ളവരെ സിദ്ദീഖ് തങ്ങൾക്ക്. അങ്ങനെ അവർ കയറി കയറി മുകളിലേക്ക് എത്തി. മുകളിലേക്ക് എത്തിയ സമയത്തായിരുന്നു ഹബീബായ തങ്ങളുപ്പാപ്പ വല്ലാത്ത ക്ഷീണിതനാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, തങ്ങളെ ഒന്ന് അല്പനേരം നിൽക്കി, വേഗം ഞാൻ പോയി ആ ഗുഹയുടെ അകത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ നോക്കണമല്ലോ, അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ അകത്തേക്ക് കയറി. സിദ്ദീഖ് തങ്ങളുപ്പാപ്പാന്റെ കയ്യിൽ നിലവിലുണ്ടായിരുന്നത് ഔറത്ത് മറക്കുന്ന ഒരു തുണി മാത്രമായിരുന്നു. പിന്നെയുള്ളത് ഹബീബിനുള്ള 5000 ദിർഹം, വേറെ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം വെച്ചിട്ടല്ലേ പോരുന്നത്. അങ്ങനെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ അകത്ത് കയറി, മലയുടെ മുകളിലേക്ക് ഗുഹയുടെ അകത്തേക്ക് കയറി. സിദ്ദീഖ് തങ്ങൾ എല്ലാ ഓട്ടകളും ഇങ്ങനെ അടച്ചു. സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കയ്യിലുണ്ടായിരുന്ന ശീല മുറിച്ച് ഓട്ടടച്ചു. അവസാനം ഒരു ഓട്ട ബാക്കിയായി. ആ ഒരു ദൂരം അടക്കാൻ വേണ്ടി നോക്കിയപ്പോ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ ആ തുണി തികയുന്നില്ല. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഇനി എങ്ങാനും തുണിയിൽ നിന്ന് കീറിക്കഴിഞ്ഞാൽ ഔറത്ത് വെളിവാവും. സിദ്ദീഖ് തങ്ങളുപ്പാപ്പാക്ക് മനസ്സിലാണെങ്കിലോ എന്റെ ഹബീബ് കിടക്കാൻ വരുന്ന സ്ഥലമാണ്, ഇവിടെ സുരക്ഷിതമാവണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം കൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പയെ വിളിക്കുന്നതിന് മുമ്പ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ തള്ളവിരൽ ആ ഗുഹയിൽ ആ ഒരു ദൂരത്തിൽ വെച്ചുകൊണ്ട് ഹബീബിനെ വിളിച്ചു, ഒരു ഹബീബെ കിടക്കൂ എന്റെ മടിയിൽ. ഹബീബായ തങ്ങളുപ്പാപ്പ വന്നു, കിടന്നു, മയങ്ങിക്കിടന്നു. ഹബീബായ തങ്ങളുപ്പാപ്പ നല്ല സുഖനിദ്രയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കാലിലേക്ക് ആദ്യമായ ഒരു കൊത്തങ്ങ് കിട്ടുന്നത്. ഇതോടെ സിദ്ദീഖ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം ഒരു പാമ്പ് കൊത്തിയ എത്രമാത്രം വേദന ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ആദ്യമായി കൊത്തി സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കാലനക്കിയില്ല. കാരണം എന്തേ, എന്റെ ഹബീബിന്റെ ഉറക്കത്തിനെങ്ങാനും ബുദ്ധിമുട്ട് വന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് രണ്ടാമതും കൊത്തി. സിദ്ദീഖ് തങ്ങൾ ക്ഷമയോടെ പിടിച്ചിരുന്നു. മൂന്നാമതൊരു കൊത്തങ്ങ് കിട്ടിയപ്പോ സിദ്ദീഖ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരറിയാതെ ഹബീബിന്റെ മുഖത്തേക്ക് അങ്ങ് വീണു. അറിയാതെ വേദന സഹിക്കാൻ കഴിയാതെ ഉടനെ ഹബീബായ തങ്ങളുപ്പാപ്പ എഴുന്നേറ്റ് എന്തു പറ്റി സിദ്ദീഖെ ചോദിച്ചു. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞു, തങ്ങളെ ഉറക്കത്തിന് ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ഈ ഗുഹയുടെ അകത്ത് കയറി എല്ലാ ദ്വാരങ്ങളും അടച്ചിരുന്നു തങ്ങളെ. പക്ഷേ അവസാനം ഒരു ദ്വാരം വന്നപ്പോ, പാവം സിദ്ദീഖിന്റെ ശീല തികയാതെ വന്നപ്പോ ഞാൻ എന്റെ തള്ളവിരൽ അവിടെ വെച്ചിരുന്നു. അതിനകത്തുനിന്ന് എന്തോ ഒന്ന് കൊത്തി. ആദ്യമായി കൊത്തിയപ്പോ ഞാൻ ക്ഷമിച്ചു, രണ്ടാമതും കൊത്തിയപ്പോ ഞാൻ ക്ഷമിച്ചു, മൂന്നാമത് കൊത്തിയപ്പോ വേദന കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് അറിയാതെ ഒരു കണ്ണുനീർ ഒട്ടിപ്പോയതാണ് തങ്ങളെ എന്ന് പറഞ്ഞു. തങ്ങളുപ്പാപ്പ വേഗം തങ്ങളുപ്പാപ്പാന്റെ ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് അവിടെ തടവി ആ ഒരു വിഷം അവിടെ ഇറങ്ങിപ്പോയി. അങ്ങനെ തങ്ങളുപ്പാപ്പ മടയിലേക്ക് നോക്കി വിളിക്കുന്നുണ്ട്. ആ പാമ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. ചരിത്രങ്ങൾ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ജബലു സൗറിന്റെ മുകളിൽ കയറുമ്പോ അവസരം വന്നാൽ അവിടുന്ന് വിശദമായി പറഞ്ഞുതരാം. ഏതായാലും അന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ നമുക്ക് വേണ്ടി ഈ സുന്ദരമായ മല കയറി. അന്ന് ദുർഘടമായ മലയാണ്. ആ മല കയറി അതിന് മുകളിൽ അവർ 3 ദിവസം താമസിച്ചു. അപ്പൊ നാട്ടിലാകെ പാട്ടായി, മുഹമ്മദ് രക്ഷപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 200 ഒട്ടകം ഓഫർ പ്രഖ്യാപിച്ചു. ഇതോടെ നാട്ടിൽ മുഴുവനും തെരച്ചിൽ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ തെരഞ്ഞ് ഒരു സംഘം നേരെ കയറി ജബലു സൗറിന്റെ മുകളിലേക്ക് എത്തി. അങ്ങനെ ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളും കൂടി നിൽക്കുന്ന ജബലു സൗറിന്റെ ഗുഹയുടെ വക്കിലെത്തി. നീ താഴേക്ക് നോക്കിയാൽ ഹബീബായ തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും കൂടെ കാണും. ഇൻഷാ അല്ലാഹ് ബാക്കി മുകളിൽ വെച്ച് കൊണ്ട് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞു കൊണ്ടുവരുന്നത് അന്ന് ഹബീബായ തങ്ങളെ കയറിയ മലയാണ് ജബലു സൗർ. കയറണ്ടേ നമുക്ക് അല്ലെ? ഹബീബ് 53 വയസ്സിൽ നമുക്ക് വേണ്ടി കയറിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഹബീബ് പോയ വഴികളിലൂടെ നമുക്ക് ഉള്ള ആരോഗ്യം വെച്ച് നമുക്ക് കയറണം. ഹബീബ് മദീനത്തുനിന്ന് കാണും, ഇതെല്ലാം കാണും. അപ്പം ഹബീബായ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടം വരും നമ്മളോട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.